രണ്ടാം മോദി സർക്കാരിന്റെ അവസാന പാർലമെന്റ് സമ്മേളനത്തിലെ ഇടക്കാല ബജറ്റാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചത്. ഒരു സ്ത്രീപക്ഷ ബജറ്റാണെന്ന് മോദി സർക്കാർ നേരത്തെ പറഞ്ഞെങ്കിൽ പോലും വലിയ പ്രഖ്യാപനങ്ങളൊന്നുമില്ലാതെ 10 വർഷത്തെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സെർവിക്കൽ ക്യാൻസറിന്റെ വാക്സിനെ വലിയ നേട്ടമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ധനമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചത്. സെർവിക്കൽ ക്യാൻസർ തടയാൻ ശ്രമിക്കുമെന്നും അതിനായി വാക്സിനേഷൻ നൽകുമെന്നാണ് ധനമന്ത്രി പറഞ്ഞത്. 9 മുതൽ 14 വയസ്സുവരെയുള്ള പെൺകുട്ടികൾക്കാണ് വാക്സിനേഷൻ നൽകുക. സ്ത്രീകളിൽ വരുന്ന ഗർഭാശയ മുഖത്തിന്റെ ക്യാൻസർ അഥവാ സെർവിക്കൽ ക്യാൻസർ 100% പ്രതിരോധിക്കാൻ സാധിക്കുന്ന ഒരു ക്യാൻസറാണ്. ഗർഭപാത്രത്തിന്റെ ഏറ്റവും താഴെയുള്ള ഭാഗത്തിനെയാണ് സെർവിക്സ് അഥവാ ഗർഭാശയ മുഖം എന്ന് പറയുന്നത്. സ്തനാർബുദം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ബാധിക്കുന്ന ക്യാൻസറാണ് സെർവിക്കൽ ക്യാൻസർ. ലോകത്തിലെ സെർവിക്കൽ ക്യാൻസർ രോഗികൾ ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യയിലാണ്. ഓരോ 8 മിനിറ്റ് രാജ്യത്ത് സെർവിക്കൽ ക്യാൻസർ മൂലം ഒരു സ്ത്രീ മരിക്കുന്നുവെന്നാണ് കണക്ക്. സെർവിക്കൽ ക്യാൻസറിന്റെ പ്രത്യേകത മറ്റു ക്യാൻസറുകളിൽ നിന്നും വ്യത്യസ്തമായി സെർവിക്കൽ ക്യാൻസർ ഉണ്ടാകുന്നത് ഒരു അണുബാധ മൂലമാണ്. ഹ്യൂമൻ പാപ്പിലോമ എന്ന വൈറസ് ബാധ സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒന്നാണ്. തൊലിപ്പുറത്തും ഗുഹ്യഭാഗത്തും കാലിലുമൊക്കെ അരിമ്പാറകൾ ഉണ്ടാക്കുന്നത് ഈ വൈറസാണ്. സ്പർശനത്തിലൂടെയും ലൈംഗിക ബന്ധത്തിലൂടെയും പകരുന്ന ഈ വൈറസ് വിവിധ തരത്തിലുണ്ട്. അതിൽ 14 തരം വൈറസുകൾക്ക് അപകട സാധ്യത ഏറെയാണ്. അവ ഗർഭാശയമുഖത്ത് മാത്രമല്ല, മലദ്വാരം, യോനിഭാഗം, പുരുഷലിംഗം, വായ, തൊണ്ട എന്നീ അവയവങ്ങളിലും ക്യാൻസർ ഉണ്ടാക്കും. HPV 16, 18 എന്നിവയാണ് സെർവിക്കൽ ക്യാൻസർ ഉണ്ടാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്. സെർവിക്കൽ ക്യാൻസർ എങ്ങനെ ഉണ്ടാകുന്നുവെന്നും അറിഞ്ഞിരിക്കാം. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അണുബാധയുണ്ടായിട്ടുള്ള 5% സ്ത്രീകളുടെ സെർവിക്സിൽ വർഷങ്ങൾക്ക് ശേഷവും കോശവ്യതിയാനങ്ങൾ നിലനിൽക്കുന്നു. ഈ കോശവ്യതിയാനങ്ങളെ സെർവിക്കൽ ഇൻട്രാ എപ്പിത്തീലിയൽ നിയോപ്ലാസിയ എന്നാണ് പറയുന്നത്. ഈ വ്യതിയാനങ്ങൾ കാലക്രമേണ ക്യാൻസറായി മാറാൻ സാധ്യതയുണ്ട്. സെർവിക്കൽ ഇൻട്രാ എപ്പിത്തീലിയൽ നിയോപ്ലാസിയ ക്യാൻസറായി മാറുന്നതിന് ഏകദേശം 10 വർഷമെടുക്കും. ഈ കാലയളവിൽ ഈ കോശവ്യതിയാനങ്ങൾ നാം കണ്ടുപിടിച്ച് ഫലപ്രദമായി ചികിത്സിച്ചാൽ സെർവിക്കൽ ക്യാൻസറിനെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. ഇവിടെയാണ് സ്ക്രീനിംഗ് ടെസ്റ്റുകളുടെ പ്രാധാന്യവും. ആരിലൊക്കെയാണ് സെർവിക്കൽ ക്യാൻസർ കൂടുതലായും കണ്ടുവരുന്നത്? 18 വയസ്സിന് മുൻപ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പെൺകുട്ടികൾ. ഇവരുടെ പ്രത്യുൽപാദന അവയവങ്ങൾ പൂർണ്ണ വളർച്ച എത്താത്തതിനാൽ വൈറസ് ബാധ കോശങ്ങളിൽ ഉണ്ടാക്കുന്ന വ്യത്യാസങ്ങൾ തീവ്രമായിരിക്കും. കൂടുതൽ പ്രസവിക്കുന്നവർ, ഒന്നിൽ കൂടുതൽ പുരുഷന്മാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർ, ലൈംഗിക പങ്കാളിയായ പുരുഷന് പരസ്ത്രീ ബന്ധമുണ്ടെങ്കിൽ, പ്രതിരോധശേഷി കുറഞ്ഞവർ, HIV അണുബാധയുള്ളവർ. HPV വാക്സിൻ സെർവിക്കൽ ക്യാൻസറിനെതിരായ പ്രാഥമിക പ്രതിരോധ മാർഗമാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സെർവിക്കൽ ക്യാൻസറിന്റെ വാക്സിൻ നൽകുന്നത് വലിയ നേട്ടമായി കണ്ടുകൊണ്ടാണ് ധനമന്ത്രി ബജറ്റിൽ ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത്.